മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മൂന്നാം പ്രതിയായ മണികണ്ഠനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വീട്ടിലേക്ക് വിട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മൂന്നാം പ്രതിയായ മണികണ്ഠനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മദ്യലഹരിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യലഹരിയിൽ തന്നെയായിരുന്നു ആത്മഹത്യാ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വീട്ടിലേക്ക് വിട്ടു. നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് മണികണ്ഠൻ. ഇയാളാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ഇപ്പോൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. മദ്യലഹരിയിലാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിന് കേസെടുത്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപത്തെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തമ്മനത്താണ് ഈ മണികണ്ഠൻ താമസിക്കുന്നത്. ഇയാൾ മദ്യലഹരിയിൽ തന്നെയാണ് ഈ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിന് കേസെടുത്ത ശേഷം ഇയാളെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തമ്മനത്താണ് ഇയാൾ താമസിക്കുന്നത്. ഇവിടെ മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതിനുശേഷം മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിന് കേസെടുത്ത ശേഷം വിട്ടയച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷന് സമീപത്തെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിച്ചത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വീട്ടിലേക്ക് വിട്ടു. നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയായ മണികണ്ഠനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഡിസംബർ 8-ന് നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാനിരിക്കവെയാണ് മൂന്നാം പ്രതി ഇപ്പോൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. മദ്യലഹരിയിലാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്നാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് മണികണ്ഠനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്.